മുക്കാട്ടുകര ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം ഉത്സവം ആറാട്ട് ദിവസം നവീകരണ കലശം സഹസ്രകലശം നവീകരണമെല്ലാം കഴിഞ്ഞ് ഉത്സവത്തിൻ്റെ ആറാട്ടിൻ്റെ ദിവസമാണ്. ഗംഭീര പരിപാടിയായിരുന്നു. ഇനിയിപ്പോൾ എന്തുകൊണ്ട് മുക്കാട്ടുകര എന്ന് ചോദിച്ചാൽ നന്ദൻ വാഗയിലും രാധാകൃഷ്ണൻ വാഗയിലും പ്രിയപ്പെട്ട തൃക്കൂര് മനോജ് കുമാർ പിഷാരത്തും ഇവരുടെയൊക്കെ ബന്ധത്തിൻ്റെ പുറത്താണ് നമ്മളിവിടെ പാറമക്കാവ് ഭഗവതിയുടെ ആറാട്ട് വീഡിയോ എടുക്കാൻ വന്നത്. അങ്ങനെ പിന്നെ ഉത്സവത്തിനും വന്ന് കോവിഡിന് മുമ്പ് പിന്നെ പലപ്പോഴും വരാൻ സാധിക്കാറുണ്ട്. അതിൻ്റെ പുറത്താണ്. എന്തായാലും മുക്കാട്ടുകര വരിക എന്നുള്ളത് നമ്മൾ സ്വന്തമായിട്ട് തൃക്കൂരൊക്കെ വീഡിയോ എടുക്കാൻ വരുന്ന പോലെ അത്രയും സുഖകരമായ കാര്യമാണ്. എല്ലാവരും ഏതാണ്ടൊക്കെ മുഖപരിചയമുള്ളവരാണ് എന്നുള്ളതുകൊണ്ട് വീഡിയോ എടുക്കാനും ഭയങ്കര സുഖമാണ്. ഞാൻ വരുമ്പോഴേ ഈ കുളം ഇത്ര ഭംഗി ഉണ്ടായിരുന്നില്ല. വരുന്ന വർഷങ്ങളിൽ ഇപ്പം അതിങ്ങനെ ഓരോ വർഷം കൊണ്ട് ഭംഗിയാക്കി ഇപ്പം അത് അതിമനോഹരമായൊരു കുളമായി മാറിയിരിക്കുന്നു. 6 മണിക്ക് ഞാൻ എത്തുന്നതിന് തൊട്ട് മുമ്പ് ഭഗവാനെ എഴുന്നള്ളിച്ച് കടവിൽ ആറാട്ടിന് എഴുന്നള്ളി ഇരിപ്പുണ്ട്. വളരെ സാവധാനമുള്ള ചടങ്ങുകളാണ്. നമുക്ക് ചടങ്ങുകളിലേക്ക് പോവാം. ഈ പറഞ്ഞ പോലെ കാനാട് അരനാട് മുക്കാനാട് എന്ന് ഏതോ ബുക്കിൽ വായിച്ച പോലെ അങ്ങനെയാണോ മുക്കാട്ടുകരയ്ക്ക് പേര് വന്നത് എന്ന് പറഞ്ഞാൽ നമുക്കറിയില്ല. എന്തായാലും മുക്കാട്ടുകര ഒരു അത്ഭുതമാണ്. ഈ ഒരു ചെറിയ ഗ്രാമാന്തരീക്ഷത്തിലെ മനോഹരമായ വയലിനോട് ചേർന്നുള്ള ഒരു ക്ഷേത്രം. സൂര്യാസ്തമന ഉദയങ്ങളൊക്കെ ഇവിടെ വന്ന് കാണുമ്പോഴുള്ള മനോഹാരിത. മനോഹരി രാധേ രാധേ മുരാരി എന്നിവിടെ പെണ്ണെ പിണങ്ങിയോ കണ്ണൻ നിന്നോടിണങ്ങുവാൻ ചെല്ല ചെല്ല മുകുന്ദന്റെ ഓമൽ ചുണ്ടിൽ മുളം തണ്ട് മൂളി പെണ്ണെ മനസ്സിന്റെ ഉറികളിലൂറിയ സുഖനവനീതം പകരാതില്ല. മനോഹരി 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 രാധേ രാധേ മുരാരി എന്നിവിടെ പെണ്ണെ പിണങ്ങിയോ കണ്ണൻ നിന്നോടിണങ്ങുവാൻ ചെല്ല ചെല്ല മുകുന്ദന്റെ ഓമൽ ചുണ്ടിൽ മുളം കണ്ട് മൂടി പെണ്ണെ മനസ്സിന്റെ ഉറികളിലൂറിയ സുഗന്ധഗീതം പകരാതില്ല. കൃഷ്ണാനീ
മനോഹരേ രാധേ രാധേ മുരാരിയുടെ പെണ്ണെ ഇണങ്ങിയോ കണ്ണൻ നിന്നോടിറങ്ങുവാൻ ചെല്ല് ചെല്ല് മുകുന്ദന്റെ ഓമൽ ചുണ്ടിൽ മുളം കണ്ടു മൂടി പെണ്ണെ മനസ്സിന്റെ ഉളികളിലൂറിയ സുഗന്ധഗീതം തകരാതിൽ കൃഷ്ണ നീ വേഗനേ മാറോ കൃഷ്ണ നീ വേഗനേ മാറോ 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 കൃഷ്ണ നീ വേഗനേ മാറോ എന്തേ കണ്ണൻ വന്നില്ല എന്നോടൊന്നും ചൊല്ലില്ല എന്തേ കണ്ണൻ വന്നില്ല എന്നോ ആറാട്ടാണ്. എങ്ങനെയുണ്ടായിരുന്നു ചടങ്ങുകൾ? എല്ലാം വളരെ ഭംഗിയായി. സത്യം പറഞ്ഞ മുക്കാട്ടുകാർക്ക് അതൊരു ഒരു ഉത്സവം തന്നെയായിരുന്നു. ഈ ഒരു ഉത്സവം അല്ല, ഈ നവീകരണ കലശം തുടങ്ങിയത് മാർച്ച് 13-നാണ്. അത് 25-ാം തീയതി കഴിഞ്ഞു. ഏകദേശം 102 വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന കലശമെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അതിൽ ദേശവാസികളെല്ലാവരും വളരെ ഉത്സാഹത്തോടു കൂടിയിട്ട് പങ്കെടുത്തു. രാവിലെ മുതൽ വളരെ അതിരാവിലെ തന്നെ ചടങ്ങുകളൊക്കെ തുടങ്ങുമായിരുന്നു. രാത്രി അവസാനിക്കും. അതിൻ്റെ ഇടയിൽ എല്ലാ സന്ധ്യകളിലും കലാപരിപാടികൾ. അങ്ങനെ മൊത്തത്തിൽ ഈ ഒരു ഉത്സവം മാത്രമല്ല, നവീകരണ കലശം തുടങ്ങിയ ആ ദിവസം മുതൽ കഴിഞ്ഞ 4 ആഴ്ചയായിട്ട് മുക്കാട്ടുകാര ദേശക്കാർക്ക് ഉത്സവം തന്നെയാണ് ശരിക്കും. ഒരു മനുഷ്യ ജന്മത്തിൽ നമുക്ക് പങ്കെടുക്കാൻ പറ്റുന്ന ഏറ്റവും മഹത്തായ ഒരു പരിപാടിയാണ് ഒരു നവീകരണ കലശം എന്നാണ് കേട്ടിട്ടുള്ളത്. തീർച്ചയായിട്ടും മുക്കാട്ടുകാരക്കാരെ സംബന്ധിച്ചുള്ള വലിയൊരു സൗഭാഗ്യമാണ്. അതെന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇവിടെ തൊട്ടടുത്ത് ഉള്ള കോക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലും നവീകരണ കലശം കഴിഞ്ഞിട്ട് അധികം നാളായിട്ടില്ല. എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ വർഷം ജൂൺ, ഒരു വർഷം പോലും ആയിട്ടില്ല. അപ്പോൾ ഒരു വർഷത്തിനുള്ളിൽ 2 ക്ഷേത്രങ്ങളിലെ നവീകരണ കലശം കാണാൻ, എല്ലാ ചടങ്ങുകളും കാണാനുള്ളൊരു
ഒരു വലിയൊരു ഭാഗ്യം ഇവിടുത്തെ ആൾക്കാർക്ക് ലഭിച്ചു എന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യാവസ്ഥ. വളരെ ചുരുക്കം ആൾക്കാർക്ക് എങ്ങനെയൊക്കെ സാധിക്കുള്ളൂ. 2 ക്ഷേത്രത്തിലെ എല്ലാ ചടങ്ങുകളിലും പങ്കെടുത്തു. ഇവിടെ ഒരു നവീകരണ കലശത്തിൻ്റെ കൂടെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഇവിടെ സഹസ്ര കലശമായിരുന്നു. അപ്പോൾ കുറച്ചും കൂടി കൂടുതൽ ചടങ്ങുകൾ കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ സഹസ്ര കലശം എന്നൊക്കെ പറഞ്ഞാൽ വളരെ അപൂർവമായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ ഈ അടുത്ത് നടന്നത് കേട്ടിട്ടുള്ള ചോറ്റാനിക്കര ദേവീക്ഷേത്രത്തിലാണ് സഹസ്ര കലശം നടന്നിട്ടുള്ളത്. പിന്നെ അതിന് ശേഷം പിന്നെ ഇവിടെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ സഹസ്രകലശം കാണുക എന്നുള്ളതും വലിയൊരു ഭാഗ്യം തന്നെയാണ്. അപ്പോൾ കഴിഞ്ഞ ശരിക്കും പറയാന്ന് വെച്ചാൽ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരൊക്കെ കഴിഞ്ഞ 6 മാസമായിട്ട് ഇതിൻ്റെ പിന്നിലായിരുന്നു. നിരന്തരമല്ല വലിയൊരു ചെലവ് വരുന്നത്. ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഹാവിഷ്ണുവാണ്. അതെ, സുദർശനമൂർത്തിയാണ്. പിന്നെ ഉപപ്രതിഷ്ഠകൾ അയ്യപ്പനുണ്ട്, പിന്നെ കുന്നത്തുങ്കര തേവരുണ്ട്, ഉള്ളിൽ ഗണപതിയുണ്ട്, ദക്ഷിണാമൂർത്തിയുണ്ട്, പിന്നെ പുറത്ത് നാഗങ്ങളുടെ പ്രതിഷ്ഠയുണ്ട്. പിന്നെ അതല്ലാതെ അമ്പലത്തിൻ്റെ 4 അമ്പലത്തിൻ്റെ ഉള്ളിൽ ഒരു കൊക്കർണിയുണ്ട്. കൊക്കർണി തന്നെയല്ലേ പറയാം, മതിൽക്കെട്ടിൻ്റെ ഉള്ളിൽ. അതിൻ്റെ ഐതിഹ്യം എന്താണെന്ന് കേട്ടിട്ടുണ്ട്? അങ്ങനെ ഒരു ഇല്ല, എനിക്ക് അതിനെക്കുറിച്ച് അറിയാം. അതൊരു അത്ഭുതം. നമുക്കധികം അറിയുന്ന കൊക്കർണി പറമ്പ് എന്നുള്ളത് തൃശ്ശൂർ വടക്കുന്നാഥൻ ക്ഷേത്രത്തിലെ കൊക്കർണി പറമ്പാണ്. അവിടെ സൂര്യപുഷ്കരണി, ചന്ദ്രപുഷ്കരണി എന്നുള്ള 2 കൊക്കർണിയുണ്ട്. കൊക്കർണി എന്ന് ഉദ്ദേശിക്കുന്നത് ഇറങ്ങി കുളിക്കാനും വെള്ളമെടുക്കാനും എന്ന് വെച്ചാൽ വലിയ കുളവും അതിലിറങ്ങി കുളിക്കാനുള്ള സൗകര്യമുള്ളതിനെയാണ് കൊക്കർണി എന്ന് പറയുന്നത്. അങ്ങനെയാണ് എന്ന് നമ്മൾ വിചാരിക്കുന്നത്. ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ കൃത്യമായ ഡെഫിനിഷൻ അത് തന്നെയാണോ എന്ന് ചോദിച്ചാൽ അറിയില്ല. പക്ഷെ അങ്ങനെ ഒരു കൊക്കർണി, മനോഹരമായ ഒരു കൊക്കർണി, അതിന് ഐതിഹ്യം ഉണ്ടാവും ഉറപ്പായിട്ടും. പക്ഷെ നമുക്കതിനെക്കുറിച്ച് അത്ര ധാരണയില്ലാത്ത കാരണമാണ്. അതാണ് ഈ കാണുന്ന ഈ കൊക്കർണി. ഇത് ഇവിടെ വെട്ടുകല്ലാണ് മുഴുവനായിട്ട്, അതുകൊണ്ട് ശുദ്ധമായ വെള്ളമാണ്. പിന്നെ ഇത് ക്ഷേത്രത്തിലെ ഉപയോഗത്തിനായിട്ട് വെള്ളം എടുക്കുന്നത് ഇതിൽ നിന്നാന്ന് തോന്നുന്നു. എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം ഇത്രയും ഭംഗിയുള്ള ഒരു കൊക്കർണി, അതും ഈ പറഞ്ഞ പോലെ മതിൽക്കെട്ടിനുള്ളിലുള്ള അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നാണ്. എനിക്ക് തോന്നുന്നു കൊക്കർണി എന്നുള്ള വാക്ക് തന്നെ തൃശ്ശൂരാണ് അധികം ഉപയോഗിക്കുന്നത് എന്ന് തോന്നുന്നു. ഇനി എഴുന്നള്ളിപ്പാണ്. എഴുന്നള്ളിപ്പ് കുളത്തിന് ഒരു പ്രദക്ഷിണം വെച്ച് കഴിഞ്ഞിട്ട് നടപ്പന്തലിൽ വന്ന് അവിടെ നിന്നാണ് മേളം ആരംഭിക്കുന്നത്. നമ്മൾ അത്രത്തോളം നിൽക്കണുള്ളൂ. അത് കഴിയുന്നതോടുകൂടി വീഡിയോ അവസാനിപ്പിക്കുകയാണ്. സഹകരിച്ച എല്ലാവർക്കും എന്ന് വെച്ചാൽ ഒരു ദേശം പോലെ, നമ്മളിവിടുത്തെ ഒരാൾ പോലെ നമുക്കിത്തരം ഒരു കാര്യം എടുക്കാനായിട്ട് സഹകരിച്ച എല്ലാവർക്കും വാക്കുകൾക്കപ്പുറം മനസ്സുകൊണ്ട് നന്ദി പറഞ്ഞു കൊണ്ട് നിർത്തുന്നു. പ്രത്യേകിച്ച് രാധാകൃഷ്ണന്.